വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം. പോസ്റ്റൽ വോട്ട് വിഷയത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നിരാശയാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടില്ല. ഇതോടുകൂടി വോട്ട് ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, ഹൈക്കോടതി ഇടയ്ക്ക് ഉദ്യോഗസ്ഥരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചില പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പോളിംഗ് ഉദ്യോഗസ്ഥർക്ക്, അതായത് സംസ്ഥാനത്ത് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായ ഏതാണ്ട് 20,000-ലധികം, കൃത്യമായി പറഞ്ഞാൽ 21,156 പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനാവില്ല. ഇത് സംബന്ധിച്ച പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നിരാശയുണ്ടാകുന്ന വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തുവരുന്നത്. ഈ വോട്ടെടുപ്പ് ദിവസം, വോട്ടെണ്ണൽ ദിവസം മെയ് 4-ന് തൊട്ടു മുമ്പ് വരെ പോസ്റ്റൽ ബാലറ്റ് തിരികെ നൽകാം. അതിനുള്ള വ്യവസ്ഥ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ക്രമീകരണം ഏർപ്പെടുത്തണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. NGO യൂണിയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിച്ചാണ് അതിന്മേൽ കഴിഞ്ഞ ദിവസം വിശദമായ വാദം കേട്ടിരുന്നു. ഇന്ന് 3 മണിക്ക് കോടതി അതിന്റെ ചേംബറിൽ വിധി പറയുമ്പോഴാണ്, ഇടക്കാല ഉത്തരവ് പറയുമ്പോഴാണ് ഇത്തരമൊരു ആവശ്യം, അതായത് പ്രത്യേകമായ അവസരം നൽകാനാവില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളുകയാണ്. പോസ്റ്റൽ വോട്ടിന് ഇനി അവസരം നൽകാൻ കഴിയില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചു. വോട്ട് നിഷേധം തെരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ ഉന്നയിക്കാം എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിരവധിയായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കേണ്ടത് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. എന്തിനാണ് ഇക്കാര്യത്തിൽ ഇത്ര നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അത് തന്നെയാണ് ശ്യാമ, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഉദ്യോഗസ്ഥർക്ക് വലിയ പ്രതീക്ഷയൊക്കെ നൽകിയിരുന്നു. നമുക്കറിയാം, ഈ വോട്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ജനാധിപത്യ അവകാശമാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹൈക്കോടതി ഇന്ന് ഇത്തരത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്താതിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കുന്ന നിരാശ ഒട്ടും ചെറുതല്ല. കാരണം അവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ പോലും തയ്യാറായതാണ്, അല്ലേ ശ്യാം? ഷിയാസ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ നൽകിയ ഒരു മറുപടി എന്നത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ 2023 ഒരു ഭേദഗതി കൊണ്ടുവന്നിരുന്നു. അത് റൂൾ 18A ഭേദഗതിയാണ്. ഇത് പ്രകാരം ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ മാത്രമേ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ കഴിയൂ എന്ന കാര്യം കമ്മീഷൻ അറിയിച്ചു. വീട്ടിലിരുന്ന് പോസ്റ്റൽ വോട്ട് ചെയ്തതിനു ശേഷം ആ ബാലറ്റ് പേപ്പർ തിരികെ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ, അതായത് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്ന പ്രക്രിയ നിയമവിധേയമല്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം അംഗീകരിക്കാനാവില്ല എന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട്. മാത്രമല്ല, അപേക്ഷകൾ ലഭിക്കാത്തതോ പിഴവുകളുള്ളതോ ആയ സാഹചര്യങ്ങളിലാണ് ബാലറ്റ് നിഷേധിച്ചത് എന്ന കാര്യവും കൂടി കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തു. ആ കാര്യം ഹൈക്കോടതി അംഗീകരിക്കുന്നു. ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുന്നു. വോട്ടെണ്ണലിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ പോസ്റ്റൽ ബാലറ്റ് നൽകാം എന്ന പഴയ ചട്ടം, അതായത് റൂൾ 27 പുതിയ ഭേദഗതി വന്നതോടെ നിലവിലില്ല എന്ന കാര്യവും കൂടി നിലപാടായി കമ്മീഷൻ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. ബാലറ്റുകൾ നിലവിൽ സ്ട്രോങ് റൂമുകളിൽ മുദ്രവെച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ രഹസ്യ സ്വഭാവത്തെ തന്നെ ബാധിക്കും എന്ന കാര്യവും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. ഇക്കാര്യങ്ങൾ കൂടി അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഈ ജീവനക്കാർ, കേരള NGO അസോസിയേഷൻ, ജോയിന്റ് കൗൺസിൽ, നിരവധിയായ പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഹർജികൾ ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിന് ഒരു തെരഞ്ഞെടുപ്പ് ഹർജിയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കാതെ. പക്ഷേ അവധിക്കാലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം 4-ാം തീയതി പുറത്തുവരികയാണ്. ആ ഫലം പുറത്തു വന്നതിന് ശേഷമായിരിക്കും ഈ അക്കാര്യം കോടതി പിന്നീട് പരിഗണിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഇനി ഒരു ഓപ്ഷൻ മുന്നിലില്ല. വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം, അത്തരത്തിലൊരു സാധ്യത ഉദ്യോഗസ്ഥരുടെ മുന്നിലില്ല. പോസ്റ്റൽ വോട്ട് വിഷയത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത നിരാശയാണ് ഉണ്ടാവുന്നത്. ഹൈക്കോടതി ഇടക്കാല നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ഇടവേള